കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നൽകിയ സൂട്ട് ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സംസ്ഥാന ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പ്ലാൻ ബി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സംസ്ഥാനത്തിന് കടമെടുക്കാൻ അനുമതി നൽകിയില്ലെങ്കിലും അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. കടമെടുക്കാൻ അനുവദിക്കണമെങ്കിൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സൂട്ട് ഹർജി പിൻവലിക്കണമെന്നതാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം. കടമെടുപ്പ് വിഷയത്തിൽ കേരളത്തോട് ഉദാര സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. അദ്ദേഹം ചില കണക്കുകളും ഇന്ന് കോടതിയെ അറിയിച്ചു. ആ കണക്കുകൾ ഇങ്ങനെയാണ്: 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കഴിയുക 32,432 കോടി രൂപയാണ്. അതായത് കേരളത്തിൻ്റെ GDP-യുടെ 3%. എന്നാൽ ഈ സൂട്ട് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളം 34,230 കോടി രൂപ കടമെടുത്തിട്ടുണ്ട് എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് 2,000-ഓളം കോടി രൂപ കേരളത്തിന് ഇതിനോടകം തന്നെ അധികമായി, ഈ 3%-ത്തിൽ അധികമായി കടമെടുക്കാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സൂട്ട് ഹർജി പിൻവലിച്ചാൽ ഇന്ന് തന്നെ 11,731 കോടി രൂപ കടമെടുക്കാൻ കൂടി കേരളത്തിന് അനുമതി നൽകാമെന്നാണ് കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിനു പുറമെ ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് 4,000 കോടി രൂപയുടെ കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകാം. ഇതോടുകൂടി ഈ സാമ്പത്തിക വർഷം 48,049 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിനാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 32,432 കോടി രൂപ മാത്രം കടമെടുക്കാൻ അർഹതയുള്ള കേരളത്തിന് 48,049 കോടി രൂപ കടമെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. 11,731 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ട കടപരിധിക്കുള്ളിൽ വരുന്നതാണ് എന്നാണ് കേരളത്തിൻ്റെ വാദം. അതായത് കേന്ദ്രം പുതുതായി ഒന്നും അധികമായി നൽകുന്നില്ല. നിലവിലെ കേസുമായി ഈ തുകയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നും കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കേരളം ആവശ്യപ്പെടുന്നത് 26,000 കോടി രൂപ അടിയന്തരമായി കടമെടുക്കാനുള്ള അനുമതിയാണ്. ഇത് അംഗീകരിക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കൽ കോടതിയിൽ ഉണ്ടാകണമെന്നും കേരളം ആവശ്യപ്പെട്ടു. തുടർന്ന് മാർച്ച് 6, 7 തീയതികളിൽ ഈ കേസ് വിശദമായി വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു.